മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ പ്രവാസത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച തിരഞ്ഞെടുത്തതിനും അത് അവതരിപ്പിക്കാൻ കഴിയുന്നതിനുമുള്ള സന്തോഷം ആദ്യമായി പങ്കുവെക്കുകയാണ്. കാരണം മലയാളിയുടെ സാമൂഹിക, രാഷ്ട്രീയ, ബൗദ്ധിക ജീവിതത്തെ വലിയ രീതിയിൽ പരിവർത്തനത്തിന് വിധേയമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുള്ളത് കേരളം വിട്ടുപോയ മലയാളികൾക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മളവരെ പറഞ്ഞു വരുന്നത് പ്രവാസി സമൂഹമെന്നാണ്. സത്യത്തിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രവാസവും എഴുത്തും എന്നുള്ളതാണ്. അതിനെ തിരുത്തിക്കൊണ്ട് വേണം ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലയാളി ഒരിക്കലും ഒരു പ്രവാസി ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാസവും കുടിയേറ്റവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രവാസത്തിൻ്റെ അരക്ഷിതമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടരുകൾ ഒരിക്കലും മലയാളിയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കുടിയേറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ മലയാളി മറുദേശങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി, തൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ തൊഴിൽ കുടിയേറ്റം എന്ന് പറയുന്നത് വ്യക്തിപരമായ തൻ്റെ തീരുമാനമാണെങ്കിൽ കൂടി അതിനെ നിർബന്ധിതാവസ്ഥയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമോ രാഷ്ട്രീയ പരിതോവസ്ഥയോ വ്യക്തികളെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷെ പ്രവാസം എന്ന് പറയുന്നത് ഒരു ദേശത്തിലെ സാമൂഹിക, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൂട്ടപ്പാലായനത്തിന് വിധേയപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെയാണ് നമ്മൾ ചരിത്രത്തിൽ ഉടനീളം പ്രവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ പലസ്തീനിലെയോ സിറിയയിലെയോ ശ്രീലങ്കയിലെയോ മ്യാൻമാറിലെയോ റോഹിംഗ്യയിലോ ജനങ്ങളെക്കുറിച്ച് നമുക്കത് പ്രവാസി എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള മനുഷ്യർ രൂപപ്പെടുത്തുന്ന സർഗാത്മകത എന്ന് പറയുന്നത് ഒരേ സമയം അവൻ്റെ വൈയക്തികമായ ജീവിത അനുഭവങ്ങളെയും അതോടൊപ്പം അവൻ ജീവിച്ച ദേശത്ത് നിന്ന് അവൻ പറിച്ചു നടുപ്പോൾ ഉണ്ടാകുന്ന സകലമാന വേവലാതികളുടെയും ഒരു ഉള്ളുരുക്കത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് അത് സാഹിത്യത്തിലും സംസ്കാരത്തിലും അവൻ്റെ രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ രൂപപ്പെടുന്നത്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം 1960-കൾക്ക് ശേഷമാണ് ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്ന മലയാളിയുടെ ദേശാന്തര ആഗമനത്തിന് കൃത്യമായ ഒരു ഘടന രൂപപ്പെടുന്നത്. ഈ 60-കൾക്ക് ശേഷം തന്നെയാണ് കേരളത്തിൽ നിന്നും ആഭ്യന്തര കുടിയേറ്റത്തിൻ്റെ പാലായനത്തിന് വേണ്ടി ആ ഒരു യാത്ര തുടക്കം കുറിച്ചത്. അതിൻ്റെ അകത്ത് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര എഴുത്തുകാരൊക്കെ തന്നെ കേരളം വിട്ട് ഡൽഹി, ബോംബെ, മദ്രാസ് തുടങ്ങിയ മറ്റൊരു ഭാഷയിൽ വിനിമയം ചെയ്യപ്പെടുന്നിടത്തേക്ക് അവരെത്തിച്ചേരുകയാണ്. നമ്മുടെ OV വിജയനും M മുകുന്ദനും കാക്കനാടനും M ഗോവിന്ദനും തുടങ്ങി മലയാളത്തിൻ്റെ രണ്ടാം ഘട്ട സർഗാത്മകതയുടെ ദൈക്ഷണിക പരിസരത്തെ രൂപപ്പെടുത്തിയ ഇവരൊക്കെ തന്നെ ആഭ്യന്തര കുടിയേറ്റത്തെയാണ് പ്രതിദാനം ചെയ്തതെന്ന് പറയാം. പക്ഷേ കടൽ കടന്നു പോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും സുരക്ഷിതമായ ഒരു ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്നായിരുന്നില്ല ഈ പറയുന്ന പശ്ചിമേഷ്യയിലേക്കും പിന്നീട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കുമുള്ള അവൻ്റെ ദേശാന്തര യാത്രകൾ തുടങ്ങിയതെന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ ഇത്ര വിപുലമായിട്ട് ഒരു ആമുഖം അവതരിപ്പിക്കാൻ കാരണം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പ്രവാസവും എഴുത്തും എന്നുള്ളതാണ്. കൃത്യമായി ഈ ഒരു പ്രവാസവും കുടിയേറ്റവും തമ്മിലുള്ള അതിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, വൈയക്തികമായ അതിൻ്റെ പശ്ചാത്തലത്തെ രണ്ടും രണ്ടായി വേർതിരിക്കാതെ ഒരുപക്ഷെ നമുക്ക് ഈ വിഷയത്തിൻ്റെ തീവ്രതയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 60-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മലയാളിയുടെ ഗൾഫ് കുടിയേറ്റം അതൊരു പക്ഷേ ഒരേ സമയം സാമ്പത്തികവും സാമൂഹികവും
സാംസ്കാരികവുമായ 3 പ്രതലങ്ങളെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൗതിക ജീവിത നിലവാരത്തെ സമ്പന്നമാക്കിയപ്പോൾ അതിൻ്റെ സാംസ്കാരിക പരിസരം എന്ന് പറയുന്നത് 2 ദേശങ്ങൾ തമ്മിലുള്ള മനുഷ്യരുടെ നിരന്തരമായ സമ്പർക്കവും അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള അതിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം. ഒരുപക്ഷെ 1921 തന്നെ സിലോൺ പ്രവാസിയായിരുന്ന KC രാമൻ വൈദ്യർ സിലോൺ മലയാളി എന്നൊരു പത്രം തുടങ്ങിയതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1930കൾക്ക് ശേഷം AKGയും ഒക്കെ തന്നെ സിലോണിലേക്ക് യാത്ര നടത്തിയിട്ടുള്ളത് ദേശാഭിമാനി, പ്രഭാതം തുടങ്ങിയ പത്രങ്ങളുടെ ധനശേഖരണത്തിന് വേണ്ടിയാണ്. ഞാൻ പറയുന്നത് മലബാറിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ മനുഷ്യർ എവിടെയാണോ തൊഴിൽ ജീവിതം നിർവഹിച്ചിട്ടുള്ളത് അതേ ഇടത്തുനിന്ന് തന്നെ സ്വന്തം ദേശത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ നവീകരിക്കാനും സമ്പന്നമാക്കാനും തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മലയാളിയുടെ കുടിയേറ്റ ജീവിതം ഒരുപക്ഷെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രവാസപക്ഷം അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ, അതായത് പ്രവാസിയല്ലാതെ കുടിയേറ്റക്കാരനാകുമ്പോൾ അവൻ്റെ വേരിവിടെ സുരക്ഷിതമാണ്. കുടിയേറ്റത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ഏതൊരു മനുഷ്യനും സ്വമേധയാ തിരിച്ചെത്താൻ കഴിയുന്നുണ്ട്, അവൻ്റെ വേരിവിടെയുണ്ട്. എന്നാൽ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ മനുഷ്യൻ്റെ വേരുകൾ കരിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അർത്ഥത്തിൽ എങ്ങനെയാണ് മലയാള സർഗാത്മകതയിൽ സാഹിത്യ രംഗത്ത് കുടിയേറ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാസത്തിൻ്റെ ദൈക്ഷണിക പ്രവാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർഗാത്മക പ്രവാസം സമ്പന്നമാക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് ആദ്യമായിട്ട് അനൂപുമായി പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രവാസം എഴുത്ത് ഇത് വളരെ പഴകിയ ഒരു വിഷയമാണ്. പക്ഷെ നമുക്ക് നോക്കാം അതിനെങ്ങനെ പുതുക്കാമെന്ന് ആ വിഷയത്തിന്. ഇപ്പോൾ ഈ പ്രവാസം എന്ന വാക്കിനെ നമ്മൾ ആദ്യം റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നേരത്തെ ദിനേശൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇതൊരു പ്രവാസമാണോ? മലയാളി ഇപ്പോൾ ഗൾഫിൽ പോകുന്ന മലയാളി അനുഭവിക്കുന്നത് ഒരു പ്രവാസമാണ് അല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതൊരു തരത്തിൽ തൊഴിൽ കുടിയേറ്റമെന്നും അല്ലെങ്കിൽ പുറത്തുള്ള വാസമെന്നോ വേണമെങ്കിൽ പറയാം. അത് മലയാളി ജീവിതം ഒരു സമാന്തരമായിട്ടുള്ള, കേരളത്തിന് സമാന്തരമായ ഒരു ജീവിതം വേറെ ഒരു സ്ഥലത്ത് നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ അയാൾ അഭിമുഖീകരിക്കുന്നത് എന്ന് പുതിയ സ്ഥലം, പുതിയ കാലം, പുതിയ മറ്റു രാജ്യക്കാരുടെ വൈവിധ്യം, വിവിധ തരത്തിലുള്ള ഭക്ഷണം, പലതരത്തിലുള്ള തൊഴിൽ രീതികൾ, പിന്നെ അതിലുപരിയായി ഒരു കോസ്മോപൊളിറ്റൻ നഗരത്തിൻ്റെ ഒരു ടോട്ടൽ ജീവിതാവസ്ഥ. ഇതിലാണ് ഇയാൾ തൊഴിൽ തേടി ജീവിതം എന്നുള്ള സംഗതിയെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് കേരളം വിടുന്നത്. അതിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കോൺഫ്ലിക്ട്സ് അനുഭവിക്കുന്നതോ സംഘർഷം അനുഭവിക്കുന്നതോ എന്ന് എഴുത്ത് അല്ലെങ്കിൽ സർഗാത്മകമായി ഒരു സമാന്തര ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഈ കോൺഫ്ലിക്ട്സ് ഇല്ല. അപ്പോൾ ഈ സർഗാത്മകമായിട്ടുള്ള ഈ സമാന്തര ജീവിതത്തിൽ എത്രമാത്രം അയാൾ വിജയിക്കുന്നു, ആ വിജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ എന്നുള്ളൊരു തീരുമാനം ആണ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ആത്മവിമർശപരമായിട്ട് ഞാൻ അതിനെ സമീപിക്കുകയാണെങ്കിൽ അത്തരം ഒരു സങ്കീർണതയെ പൂർണ്ണമായിട്ടും, അതായത് 1960 തൊട്ട് 2024 വരെയുള്ള നീണ്ട കാലത്തെ ഗൾഫ് പ്രവാസത്തിൻ്റെ സങ്കീർണതകളെ, അതിന് ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സിറ്റി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം പരാമർശിക്കപ്പെടുന്ന ഫിക്ഷനോ അല്ലെങ്കിൽ കവിത വളരെ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു കലാവിഭാഗമാണ്. പക്ഷെ ഫിക്ഷനിലോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത്രയും അതിസങ്കീർണമായിട്ടുള്ള സംഗതികളെ ഇതുവരെയും വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ രേഖപ്പെടുത്താതെ കിടക്കുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. മറ്റൊന്ന്, എന്നാൽ നിരന്തരം ആളുകൾ ഗൾഫ് മേഖലയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. പല രീതിയിലുള്ള പല അനുഭവക്കുറിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ, കവിതകൾ, കഥകൾ, നോവൽ, അങ്ങനെ സമസ്ത സാഹിത്യ മേഖലകളിലുള്ള പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ
എന്തൊക്കെയോ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ, ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രമായിരിക്കാം ഗൾഫിൻ്റെ കുടിയേറ്റ ജീവിത ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ശക്തമായ എഴുത്ത് പ്രവാസ ഭൂമിയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് വാദിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ചില ചലനങ്ങൾ, ചില ഏറുകൾ മുഖ്യധാര മലയാള സാഹിത്യത്തിലേക്ക് ഗൾഫിൽ നിന്ന് എഴുതുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കമ്രൂക്ക പ്രത്യേകിച്ചും മലയാളത്തിലെ മാതൃ ഉൾപ്പെടെയുള്ള വീഗിരികൾ കവിതകൾ എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും മറ്റ് അന്യഭാഷകൾ, പ്രത്യേകിച്ചും അറബ് ദേശത്തുള്ള കവിതകളുടെ മൊഴിമാറ്റം വളരെ കാലങ്ങളായിട്ട് നിർവഹിക്കുന്ന ഒരു കവി കൂടിയാണ് കമറുദ്ദീൻ. പ്രത്യേകിച്ചും പലസ്തീൻ കവിതകളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 100% വേരുകളില്ലാത്ത മനുഷ്യരെന്ന് വിശേഷിക്കപ്പെടാവുന്ന തരത്തിൽ പലസ്തീനിൽ നിന്നുണ്ടാകുന്ന ഓരോ കവിതകൾക്കും അതിൻ്റേതായ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ പലസ്തീനിലെ ഒരു കവിത, അല്ലെങ്കിൽ സിറിയയിലെ ഒരു കവിത, ജോർദാനിലെ ഒരു കവിത കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു ഭാഷാ പണ്ഡിതൻ, ഒരു കവി വിവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ സംഭവിക്കുന്നത് ആ അറബി പദാവലി മലയാളത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിൻ്റെ ആശയ പരിസരം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സാമൂഹ്യം ഒക്കെ തന്നെ അതിൽ നിലനിൽക്കുമ്പോൾ തന്നെ അത് ആത്യന്തികമായി രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഒരു വിവർത്തന രൂപത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിവർത്തന കവിതയിലെ മനുഷ്യരെയൊക്കെ തന്നെ ഗൾഫിൽ വെച്ചുകൊണ്ട് നിരന്തരമായി അദ്ദേഹം കാണുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഭക്ഷണങ്ങൾ, അവരുടെ സാമീപ്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ വിനിമയങ്ങളൊക്കെ തന്നെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ മൊഴിമാറ്റ കവിതയിലേക്ക് കമറുക്ക പോകുന്നത്. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, ഈ മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന കവിതയിലെ മനുഷ്യരെ നേരിൽ കാണുമ്പോൾ, ഒരു കവിത വിവർത്തനം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഒരു അനുഭൂതിയോ, അല്ലെങ്കിൽ അനുഭൂതി എന്ന് പറഞ്ഞുകൂടാ, മറ്റൊരു തരത്തിലുള്ള ഒരു വൈയക്തികമായ അനുഭവം പിന്തുടരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രവാസം എന്ന് പറയുന്ന വാക്ക്, അത് ഇവർ രണ്ടുപേരും ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് എന്നെപ്പോലുള്ള ഒരാളുടെ ഒരു റൈറ്റിങ്ങിന് അത് എത്രത്തോളം അത് സാധ്യവും അല്ലെങ്കിൽ അതിന് ചേരുമെന്നറിയില്ല. കാരണം ഞാനൊന്നൊരു ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവാസിയല്ല. ഒരു ഇമ്പോസ്ഡ് ആയിട്ടുള്ള തൊഴിൽ തേടിപ്പോയി, അല്ലെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസ്പെറിറ്റി തേടിപ്പോയി എന്നൊരാളാണ്. പക്ഷേ ഞാൻ 1996 ഇവിടുന്ന് ഗൾഫ് പോണത്. അത് പോയിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് വെക്കേഷന് വന്നത് 8.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഈ 8.5 കൊല്ലത്തെ ഞാൻ നാട്ടിൽ വരാതെ ഉള്ളൊരു ജീവിതം. അതിന് ശേഷം ഞാനിവിടെ വെക്കേഷന് 30 ദിവസം വന്നപ്പോൾ, അപ്പോഴാണ് എനിക്ക് ശരിക്ക് എൻ്റെ തൊട്ട് ഇരിക്കുന്ന പല പ്രവാസികളെ, എന്നെ പോലെ പ്രവാസിയല്ല, പ്രവാസി എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും ബോധ്യപ്പെടുന്ന 8.5 വർഷം. കാരണം എൻ്റെ അടുത്ത് ഇരിക്കുന്നത്, എൻ്റെ തൊട്ട് നമ്മുടെ വർക്ക് സ്റ്റേഷൻസിൽ, അതൊരു ഭൂഖണ്ഡങ്ങളെ പോലെ, 7 ഭൂഖണ്ഡങ്ങളെ പോലെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മുന്നിൽ യൂറോപ്യൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു പലസ്തീനി ഇരിക്കുന്നു, അതിനപ്പുറത്ത് ഒരു സിറിയക്കാരൻ ഇരിക്കുന്നു, ഇറാഖി ഇരിക്കുന്നു. ഇതിലുള്ള സവിശേഷത, അവരൊക്കെ തന്നെ മിക്കവാറും അവരൊന്നും റൈറ്റേഴ്സൊന്നും അല്ല. നമ്മൾ പറയുന്ന പ്രവാസി റൈറ്റർ അല്ലെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ തലം വേറെയാണ്. അവരൊക്കെ സാധാരണ ജോലി എടുക്കുന്ന മനുഷ്യരാണ്. പക്ഷെ അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം നാട്ടിൽ പോയിട്ട് എത്രയോ വർഷങ്ങളായി. അത് എൻ്റെ വിഷയമല്ല, ഞാൻ എന്തുകൊണ്ട് നാട്ടിലേക്ക് വരാതിരുന്നു എന്ന വിഷയമല്ല അവരലട്ടിയിരുന്നത്. അവരുടേത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന ഇഹാബ് എന്ന് പറയുന്ന പലസ്തീനി, അവന് ഇന്നേക്ക് 14 വർഷമായി നാട് പോയിട്ടേ ഇല്ല. അവൻ്റെ ഫാദർ മരിച്ചു, മദർ മരിച്ചു.
കഴിഞ്ഞ തവണ അവൻ്റെ വീട്ടിലെ അവൻ്റെ കുടുംബത്തിലെ 5 പേര് ഒരുമിച്ച് മരിച്ചു ബോംബിങ്ങിൽ. അപ്പോൾ ഈ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള പലസ്തീൻ ഇഷ്യൂവിന് മുമ്പ് അവിടെ ഇഷ്യൂ ഇല്ലാത്ത കാലമില്ല. അപ്പോഴ് ഇയാൾ ഓരോ സെക്കൻഡിലും ഇയാളൊരു എന്നെ പോലെ നല്ല വെളുത്ത് സുമുഖനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇയാൾ ഈ കോറിഡോറിൽ ഇങ്ങനെ പണി ഉള്ളപ്പോഴും ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ ചോദിക്കുക, എന്താണ് ഇഹാബ് നീ ഇങ്ങനെ? അപ്പോൾ ഒരു ടെൻഷനാണ്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഹാബിൻ്റെ കസിൻസ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അന്ന് SMS അയക്കുന്നുണ്ട്, ഞങ്ങൾ സേഫാണ് എന്ന ഒരു സന്ദേശം. ഇത് 11 മിനിറ്റ് ആവുന്നതോടുകൂടി ഇഹാബ് ആകെ കൂടി ചുവന്ന് ആകെ പരവശനായി, ആകെ കൂടിയിട്ട് ഒരു ജോലി എടുക്കാൻ പറ്റാത്ത, ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ ഈ കോറിഡോറിൽ ഇങ്ങനെ ഉലാത്തുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഈ ഇഹാബിൻ്റെ ഒരു പ്രശ്നവും എൻ്റെ പ്രശ്നവും ഒന്നല്ല. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇറാഖി ആയിട്ടുള്ള വേറൊരാൾ. ഇയാൾ ആദ്യമൊക്കെ ഇഹാബ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കിടക്കുന്ന കാലത്തൊക്കെ വളരെ സന്തോഷമായി നടന്നിരുന്ന ആളായിരുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട്, കാരണം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിരുന്ന പെട്ടെന്നാണ് ഈ 9/11 ശേഷം പെട്ടെന്ന് ലോകം ക്രമം എല്ലാം തകർന്ന് ആകെ അവരൊക്കെ തന്നെ. എനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന ഈ എഞ്ചിനീയർ സുഹൃത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ അവിടെ US അവിടെ യുദ്ധം തുടങ്ങി. അയാൾ പറഞ്ഞു, കമർ നിനക്ക് ഇറാഖ് അറിയില്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതെല്ലാം ഗിമ്മിക്കുകളാണ്. അതിനുശേഷം 3-ാം ദിവസം ഈ ഇസ്മായിൽ എന്നെ വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇസ്മായിലിന് അറിയില്ല അയാളുടെ ഫാദർ എവിടെയാണ്, മദർ എവിടെയാണ്. അവരെല്ലാവരും തന്നെ ഒരു ക്യാൻ വെള്ളമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവരും പോകുന്ന ഒരേ ക്യാൻ വെള്ളം മാത്രമാണ്. പിന്നീട് ഇസ്മായിലിൻ്റെ മദറിനും ഫാദറിനൊക്കെ കിട്ടുന്ന 6 മാസത്തിനൊക്കെ ശേഷമാണ്. അതിൽ കുറച്ച് പേര് മരിക്കുകയും ചെയ്തു, വേറെ ബന്ധുക്കളൊക്കെ. ഇതുപോലുള്ള ഇതിൻ്റെ വേറെ അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിരുന്ന മുഹമ്മദ് അലക്കറാസ് എന്ന് പറയുന്ന എൻ്റെ ഒരു മാനേജർ കൂടിയായി, സിറിയക്കാരനാണ്. അദ്ദേഹം കവിയല്ല, സാഹിത്യകാരനല്ല, അല്ലെങ്കിൽ മിക്കവാറും എഞ്ചിനീയേഴ്സിന് ലിറ്ററേച്ചർ കേട്ടാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭൂരിഭാഗത്തിന് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും സാഹിത്യമൊക്കെ വെച്ച് വരുമ്പോഴേക്ക് അവർ അതിനെ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ഈ അത്രയും സമയം വളരെ റിലാക്സ്ഡ് ആയിരുന്ന ഒരാൾ പെട്ടെന്നാണ് ഈ സിറിയയിലെ ഈ വിഷയത്തിൽ, ഇപ്പോഴല്ല ഇതിനു മുമ്പ് ആ വിഷയത്തിൽ അയാളുടെ ഹോംസിൽ, എനിക്കറിയാം ഹോംസ് എന്ന് പറയുന്ന സിറ്റിയിൽ അയാൾ ലോൺ എടുത്തിട്ട് ഉണ്ടാക്കിയ വീട് ഒക്കെ ബോംബിയും തകർന്നു. അയാളുടെ ഒരുപാട് ബന്ധുക്കൾ. ഈ ഒരു വർക്ക് സ്റ്റേഷൻ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ 4 പേരെന്ന് പറയുന്ന ഒരു വർക്ക് സ്റ്റേഷനാണ്. ഈ വർക്ക് സ്റ്റേഷനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ദിവസവും എന്ന് പറയുന്നത് പോലെ ഇത്രയും ആളുകളായിട്ട് നമ്മൾ സമ്പർക്കം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ വേറെ എക്സ്റ്റൻഷനാണ് പലസ്തീൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, 2 മാസം മുമ്പ് എൻ്റെ വേറൊരു സഹപ്രവർത്തകൻ, അയാളുടെ വീട്ടിലെ 6 പേരാണ് പാൻട്രിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും കേൾക്കുകയാണ് പെട്ടെന്ന്. പക്ഷേ അധികം അയാൾക്ക് പുറത്തേക്ക് വന്ന് കരയാനും പറ്റില്ല. അയാളുടെ വീട്ടിൽ 6 പേര് മരിച്ചു. അപ്പോൾ ഈ ഒരു സംഗതി, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭൂമികയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതല്ല, ഈ ഇത്തരത്തിലുള്ള ഒരു സംഗതിയിലാണ് ഞാൻ പറയുന്നത്. 8.5 വർഷം കൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ആദ്യത്തെ വെക്കേഷൻ എടുത്തത് അയലിനേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് അവൻ്റെ വേര്, അവൻ്റെ ബന്ധം എല്ലാം തന്നെ നശിക്കണം. ഇതൊരു റൈറ്ററുടെ പെർസ്പെക്റ്റീവിലാവുമ്പോൾ, ഇപ്പോൾ കുന്തേരയൊക്കെ നമ്മൾ വളരെ ഇത് പറയുകയാണെങ്കിൽ, കുന്തേര ഇതേപോലെ ചെക്കിൽ, ഇത് ലോകത്തിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒരു സിനാരിയോ അല്ല. ഇപ്പോൾ ചെക്കിൽ കുന്തേരെ 1975 അദ്ദേഹം ഫ്രാൻസ് പോയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ മാതൃഭാഷ വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഫ്രഞ്ചിലാണ് പലപ്പോഴും എഴുതിയത്. അദ്ദേഹത്തിന് പലപ്പോഴും തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അതെല്ലാം കാരണം അത്രത്തോളം അയാളൊരു വളരെയധികം ഇതിൻ്റെ അത് മിക്കപ്പോഴും നമ്മൾ റൈറ്റർ ഫിസിക്കലായിട്ടുള്ള ബ്ലോക്കല്ല പലപ്പോഴും അയാൾ നേരിടുക. അയാൾ മെൻ്റലി, അതുപോലെ നമ്മൾ ഒരു സെൻസറിങ്, നിങ്ങൾ എഴുതുന്നതിനെ സെൻസർ ചെയ്യുന്ന ഒരവസ്ഥ വരെ. ഇതൊന്നും തന്നെ, ഇതൊക്കെ വേറൊരു ഘട്ടത്തിൽ ഞാനും അനൂപും അല്ലെങ്കിൽ
ഈ കേക്ക് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ആവിഷ്കരിക്കാനൊന്നും നിങ്ങളുടെ അവിടുത്തെ രീതിയിലും പറ്റില്ല, ഇവിടുത്തെ രീതിയിലും പറ്റില്ല. ഒരു തരം നമ്മൾ ഓരോ എമിഗ്രേഷൻ കവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ്. പലപ്പോഴും നമ്മൾ എപ്പോഴും ബ്ലോക്ക് ചെയ്തോ ആ രീതിയിൽ നമുക്ക് തന്നെ തോന്നിപ്പോവും. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മളുടെ ചുറ്റത്തിലാണ് എന്തുള്ളത്, ഈ സദ്ദാം ഹുസൈനൊക്കെ ഭയങ്കര ഒരു ഇറാഖിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിലാണ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കാണിക്കുന്ന ആ ഹീറോ ആ സംഗതിയല്ല. അവിടെയുള്ള ഒരു കവിയോട്, അത് ഷിയാവട്ടെ, സുന്നിയാവട്ടെ, അതല്ലെങ്കിൽ കുർദാവട്ടെ, ദുർസാവട്ടെ, ആരോടും തന്നെ എല്ലാ കവികളുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഏറ്റവും സുഖമുള്ളത് എല്ലാവരിൽ നിന്നും ദുൽമ കിട്ടുന്ന എല്ലാവരും അടി കിട്ടും. അത് റിഗാർഡ്ലെസ് മതം, ജാതി, വർഗം, സെക്ട് ഒന്നും എത്തിനിക്കായിട്ടുള്ള ആളുകളെ മാത്രം തിരഞ്ഞു പിടിക്കണം. പക്ഷേ കവി എത്തിനിക്കായാൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായാലും രക്ഷപ്പെടാം. ഉദാഹരണത്തിന് അഡോണിസിന് അയാൾ സിറിയക്കാരനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അഡോണിസ്, എനിക്ക് അഷ്കർ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തത് വളരെ ഇവിടെ ഈ വേദിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഡോണിസിന് ഈ ബഷാറിൻ്റെ ഫാദറിൻ്റെ നിന്നും അടി കിട്ടിയിട്ടുണ്ട്. ബഷാറത്തിൻ്റെ ആപത്തുണ്ടായി. ആദ്യം ലെബനോനിലേക്കും പിന്നെ ഫ്രാൻസിലേക്കും കുടിയേറി പാർക്കുക ചെയ്തത്. അതുപോലെ തന്നെ റഫീഖ് ഷമ എന്ന് പറയുന്ന സിറിയക്കാരനെ വേറൊരാൾ. അങ്ങനെ ഒരു പടപ്പ് ആളുകൾ, പല ഇറാഖി കവികളും കഷ്ടി രക്ഷപ്പെട്ടിട്ടുള്ളതാണ് ഈ സദ്ദാം റജീമിൻ്റെ ഈ പീഡനത്തിൽ നിന്ന്, അതുപോലെ തന്നെ കൃത്യമായി ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിൽ നിന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡയസ്പോറ ഒരു സംഗതി ഗൾഫിലുണ്ട്. ഇത് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ്റെ കാര്യത്തിലായാലും ഏത് നമ്മൾ സാഹിത്യം അല്ലെങ്കിൽ രാജ്യങ്ങളുടെ എല്ലാവരും പറയും ലോക സാഹിത്യം. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ലോക സാഹിത്യം എന്നാണ് സാഹിത്യം ഇല്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ഭാഷ സാഹിത്യമേ ഉള്ളൂ. ഫ്രഞ്ച് സാഹിത്യം, ജർമ്മൻ സാഹിത്യം, അറബിക് സാഹിത്യം, ഇന്ത്യൻ സാഹിത്യം. ഇന്ത്യൻ സാഹിത്യത്തിനെ നമ്മൾ ലോക സാഹിത്യത്തിൽ നമ്മൾ തന്നെ ഉൾപ്പെടുത്തുന്നില്ല പലപ്പോഴും. അപ്പോൾ പിന്നെ ഈ പ്രവാസ സാഹിത്യത്തിനെ ഏത് രീതിയിൽ ബ്രാഞ്ചിൽ എങ്ങനെ ഉൾപ്പെടുത്താം, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതികളുണ്ട്. അത് ഇത്രയും ഉള്ള നമുക്ക് ഈ ലോക സാഹിത്യത്തിൽ. അപ്പോൾ ലോക സാഹിത്യം എന്ന് പറയുന്ന ഡിക്ഷൻ അത് അത്രത്തോളം ഒരു റിലവൻ്റ് ആണോ? മറിച്ച് ഭാഷയല്ലേ അതിൻ്റെ ഒരു ഇതുള്ളത്. അറബ്, തമിഴ്, അല്ലെങ്കിൽ കന്നഡ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭാഷകളിലല്ലേ സാഹിത്യം സൃഷ്ടിക്കുന്നത്. ഈ ഭാഷകളിലുള്ള ആവിഷ്കാരത്തിന് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവാസത്തിൽ വളരെ ഒരു ഇത് വരും. കാരണം അതിലെ ഡിക്ഷൻ മാറും. ഇപ്പം ഞാൻ 28 വർഷമായിട്ട് പുറത്തുള്ള ഒരു വായു, അത് എന്ത് വായു ആണെന്നുള്ളത് ഓരോ സമയത്തും ഓരോ തരം. അപ്പോൾ ഇത് ഈ സിറിയയിലുള്ള ഇയാൾ ഈ മുമ്പ് പ്രതിയായിരുന്ന ആളുകളൊക്കെ ഇപ്പുറത്ത് ചേർന്നിട്ടുണ്ടാവും. ഇത് ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭൂമികയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നിട്ട് അവരുണ്ടാക്കിയ സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത് അത്ര എളുപ്പമില്ല. പക്ഷേ എനിക്ക് അതിൽ കുറേയും കൂടി ഞാൻ അറബല്ല പഠിച്ചത്. പക്ഷേ എങ്കിലും ട്രാൻസ്ലേഷൻ വർക്കിൽ അറബിക്ക് കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജ്, ഈക്കെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് കുറേ കൂടി എനിക്ക് പിടുത്തിട്ടുണ്ട്. കാരണം നിരന്തരമായി നാം ഈ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ബോസാവട്ടെ, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാവട്ടെ, അവരുടെ ഭാഷ, ബോഡി അല്ലെങ്കിൽ ശരീരഭാഷ, അവരുടെ ഓരോ അത് നമുക്ക് കുറേ കൂടി ട്രാൻസ്ലേറ്റബിൾ ആണ്. അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് കുറേ കൂടി നമുക്കത് കൺസീവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നു. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടെ ഇപ്പോൾ അത് അത്രത്തോളം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ എത്രത്തോളം ഞാനിപ്പോൾ ആ നാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു നോമാൻസ് ലാൻഡിലാണോ നിൽക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റുകളുടെ ഹെൽപ്പായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പ്രവാസ ജീവിതം അതിനൊക്കെ നെഗറ്റീവായി വെക്കുമ്പോൾ തന്നെ അവിടുത്തെ ഈ എല്ലാ അനുഭവങ്ങളെയും ഒരു എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വായിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കലയെയും സാഹിത്യത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിൽ സമീപിക്കുമ്പോൾ നല്ല വളക്കൂറുള്ള സ്ഥലമാണ്. നിങ്ങളെ ചവിട്ടുകുത്ത് കിട്ടി നിങ്ങളെന്താ ഏത് ഈ കുശവൻ്റെ ആലയിലെ മണ്ണ് പോലെയാണ്. നിങ്ങൾക്ക് ഏത് ചവിട്ടി എത്രത്തോളം അത് പശുമായിട്ട് ഏത് രൂപവും ആളാവുന്ന രീതിയിലേക്ക് നിങ്ങൾ മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകൾ. പിന്നെ പലപ്പോഴും
അത് ആ ഭാഷയിൽ ഏത് രീതിയിൽ നിങ്ങൾ അതിനെ വിനിമയം ചെയ്യുന്നു എന്നതിനെ പലപ്പോഴും പ്രവാസത്തിൽ എഴുതപ്പെടുന്നത് ഇവിടെ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയില്ല. ഇവിടെ അത് തന്നെയല്ല, ഓരോ കാലത്തും നമ്മളുടെ തന്നെ പോളിസികൾ മാറുകയാണ്. ഇപ്പം നമ്മൾ പലസ്തീനായിട്ടുള്ള ആളുകളായിരുന്നു, പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലല്ലല്ലോ, ഒരു സർപ്പിൾ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൈലമേലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നിരന്തരം ഒരു ഇതുണ്ടാവും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അടുത്ത ഒരു ഇതിൽ എൻ്റെ ഇതോട് പറഞ്ഞിട്ട് അനൂപിന് കണ്ടിന്യൂ. എൻ്റെ ഒരു സഹപ്രവർത്തകനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ വെറുതെ ചെന്നിട്ട് ഈ പ്രശ്നങ്ങളുടെ അതാണല്ലോ ഇപ്പം നമ്മളുടെ ഒരു മിക്കപ്പോഴുള്ള സ്ക്രിപ്റ്റ്, എന്തിനാണ് ആവശ്യമില്ലാണ്ട് പോയിട്ട് ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പോൾ അയാൾ പറഞ്ഞു കമർ. അതുവരെ വളരെ മാന്യമായി എന്നോട് പെരുമാറിയിരുന്ന ആള് പെട്ടെന്ന് അയാൾ ദേഷ്യം പിടിക്കല്ല, അയാൾക്ക് സങ്കടം വന്നിട്ട് എന്നോട് പറഞ്ഞു കമർ, യു ഡോണ്ട് നോ ഹിസ്റ്ററി, നിനക്ക് ചരിത്രം അറിയില്ലേ? ഇത് ഇന്നലെ കഴിഞ്ഞ മാസം തുടങ്ങിയ വിഷയമാണോ? അവൻ്റെ വീട്ടിലെ ആയിരുന്നു 6 പേര് അടുത്ത ആഴ്ച ബോംബിങ്ങിൽ മരിച്ചത്. അവനോട് നമ്മൾ ചരിത്രത്തിനൊക്കെ മറച്ചു വെച്ചിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അത് ചരിത്രത്തോട് ചെയ്യുന്ന വലിയ ഒരു അനീതിയായിരിക്കും. ഇതൊക്കെ തന്നെ എഴുത്തിൻ്റെ ഒരു രീതിയിൽ നമ്മളെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വല്ലാതെ അതുമല്ല, നമ്മൾ വല്ലാതെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് അത് നമ്മൾ മറ്റേ കവിത എഴുതുമ്പോൾ ഈ മാഗസിൻ പറ്റണോ ആ മാഗസിൻ പറ്റണോ എന്നുള്ളതല്ല, അങ്ങനെ ഇരിക്കുന്നതല്ല. ഇത് ഏത് രീതിയിലാണ് ആളുകൾ ഇത് കൺസീവ് ചെയ്യുക. ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയം അത് മറ്റുള്ളവർ ഏത് രീതിയിൽ അത് കൺസീവ്, അത് കറക്റ്റായ രീതിയിൽ ഞാൻ ഡെലിവറി ചെയ്യുന്ന അത് വലിയ ഘടകമാണ്. അത് ആ രീതിയിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. താങ്ക് യു. ഇവിടെ കമറൂക്ക പറഞ്ഞതിനോട് കൂട്ടി പറയാനുള്ളൊരു കാര്യം, പ്രവാസവും എഴുത്തും എന്ന വിഷയത്തിൽ പ്രവാസത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ മനുഷ്യർ എഴുതുമ്പോഴുണ്ടാകുന്ന ജീവിത പരിസരങ്ങൾ, അതിൻ്റെ തീക്ഷ്ണത അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന പല രീതിയിലുള്ള ആത്മസംഘർഷങ്ങളൊക്കെ തന്നെ എഴുത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കുടിയേറ്റ മനുഷ്യർ, ഇന്ത്യ വിട്ടുപോയ മനുഷ്യരിൽ നിന്നും മികച്ച കൃതികളൊന്നും വരുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതൊരു പക്ഷേ ശരിയാണ് താനും. പക്ഷെ അപ്പോഴും ഈ പ്രവാസി സമൂഹം അല്ലെങ്കിൽ ഈ കുടിയേറ്റ മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു 3-ാം ഇടത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് പുറപ്പെട്ടു പോയ 1-ാം ഇടവും എത്തിച്ചേർന്ന 2-ാം ഇടവും. പുറപ്പെട്ടു പോയ ദേശത്ത് നിന്ന് അയാൾ ഒരു മറുദേശക്കാരനായി അല്ലെങ്കിൽ പുറംവാസിയായി ചിത്രീകരിക്കപ്പെടുകയും എത്തിപ്പെട്ട ദേശത്ത് അയാൾക്ക് ഈ പറയുന്ന ഒരു ലേബർ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്ക് വിസ അടിക്കുകയും ആ വിസയുടെ നിയമപ്രകാരം അവിടെയുള്ള സർവ്വവിധ നിയമ സംവിധകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് അല്ല അതിൽ നിന്നുകൊണ്ട് മാത്രം തൻ്റെ പൊതുജീവിതത്തെയും തൻ്റെ സർഗാത്മക ജീവിതത്തെയും നയിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്ന ഇടത്താണ് ഒരു 3-ാം ഇടത്തെ ഈ പ്രവാസികൾ അല്ലെങ്കിൽ എഴുത്തുകാർ, കവികളൊക്കെ തന്നെ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പം ഈ 3-ാം ഇടം എന്ന് പറയുന്നത് പുറപ്പെട്ട ദേശവും എത്തിപ്പെട്ട ദേശവും ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു പുതുലോകത്തെ അയാൾ നിർമ്മിച്ചെടുക്കുകയാണ്. ഈ പുതുലോകം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അയാളുടെ ജീവിതത്തെയും അയാളുടെ സാംസ്കാരികതയെയും അയാളുടെ രാഷ്ട്രീയ ബോധ്യത്തെയും രേഖപ്പെടുത്തുന്നതായിരിക്കണം. പക്ഷേ അപ്പോഴും ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തെ, ഒരു ദുരിതത്തെ, ഒരു ദുഃഖത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ അദ്ദേഹത്തിന് തുറന്നെഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതൊരിക്കലും അത്തരത്തിലുള്ള രാജ്യങ്ങൾ ഒരു പ്രവാസിയെ സംബന്ധിച്ച് അനുവദിക്കുന്ന കാര്യമല്ല. രണ്ടാമത്, അവിടെ നിന്നുകൊണ്ട് അവൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ പുറപ്പെട്ട രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തോടുള്ള, നിയമത്തോടുള്ള അല്ലെങ്കിൽ വംശീയതയോടുള്ള, ഭരണകൂടത്തോടുള്ള, ജനാധിപത്യ ദംശനത്തിനോടുള്ള അയാളുടെ എഴുത്ത് പ്രതിരോധവും അവിടുത്തെ നിയമപ്രകാരം പിറന്ന നാടിനോട് ഒരിക്കലും ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു എഴുത്തു രീതിയോ പാടില്ല എന്ന് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്.
അപ്പം ഒരിടത്ത് നിൽക്കുമ്പോൾ തന്നെ എത്തിപ്പെട്ട ദേശത്തെയും അല്ലെങ്കിൽ പുറപ്പെട്ട ദേശത്തെയും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഈ പറയുന്ന കുടിയേറ്റത്തെ പ്രതിദാനം ചെയ്യുന്ന എഴുത്തുകാർ വളരെ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിതീവ്രമായ രാഷ്ട്രീയം പറയുന്ന കൃതികളൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അതിൻ്റെ കൂടി ഒരു പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ആ പരിമിതിയെ ഓവർകം ചെയ്യാൻ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് പോയതോ ഇന്ത്യയിൽ നിന്ന് പോയോ ഒരു മലയാളിക്കോ അല്ലെങ്കിൽ അന്യഭാഷക്കാരനോ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ട് മികച്ച കൃതികളിലേക്കുള്ള ഒരു സാധ്യതയെ അനൂപ് കാണുന്നത്? ഇപ്പം നമ്മൾ ഇപ്പം ദിനേശ് പറഞ്ഞ എങ്ങനെയാണ് ഇത്തരം രാഷ്ട്രീയത്തെ മറ്റ് വിലക്കുകളൊക്കെ വിലക്കുകളൊക്കെ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് എങ്ങനെയാണ് സർഗാത്മകമായിട്ട് അതിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇത് ജാഫർ പനാഹിയുടെ ഒരു സിനിമ ഉണ്ട്, ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്ന് പറഞ്ഞിട്ട്. അത് ആ സിനിമ, കാരണം ജാഫർ പനാഹി വീട്ടുതടങ്കലിലാവുന്ന 25 വർഷം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ അദ്ദേഹം അതിനെ ചിത്രീകരിച്ചെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമറമാനോട് പറയുന്നത് ഒരു എന്താണ് പറയുക, നിലത്ത് വരച്ചുകൊണ്ട് ഇത് ഈ ഒരു സ്ഥലം, ഇവിടേക്ക് ഈ കഥാപാത്രം വരുന്നു, സിനിമ പറയുന്നു. അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യപ്പെടുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ കെട്ടിയിടപ്പെട്ടു എന്ന് തോന്നുന്നത് ഇടങ്ങളിലെല്ലാം നിന്നുകൊണ്ട് ആ പരിമിതി എങ്ങനെ സർഗാത്മകമാക്കാം എന്നുള്ളതാണ്. അതിന് തക്കവണ്ണം ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, കമറുദ്ദീൻ്റെ ഒരു അനുഭവത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ ഗാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, മൂപ്പര് പലസ്തീനിയനാണ്. അപ്പോൾ ഞാൻ കുറച്ച് 2 മാസം അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അയാളെ കാണാൻ പോകുന്നു. അയാളുടെ പേര് അഹമ്മദ് എന്നാണ്, അഹമ്മദ് അബ്ദുള്ളയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അയാൾ വളരെ സ്വാഭാവികമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആ ചോദ്യം എന്തിനാണ് അയാളോട് ചോദിച്ചതെന്ന്. അയാളോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഗാസ. അയാൾ കുറേ നേരം നിശബ്ദനായിരിക്കുന്നു. പിന്നീട് അയാൾ കരയാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, കാരണം വളരെ വളരെ കരുത്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര സൈസൊക്കെയാണ്. പിന്നെ ഈ പലസ്തീനിയൻസ് അവരുടെ അറബ്സിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ എക്സാജറേറ്റഡ് ബോഡി ലാംഗ്വേജസ് ആണ്. അവരുടെ സ്നേഹവും ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എല്ലാം വലുപ്പമാണ്. ഇയാൾ പെട്ടെന്നൊരു കുട്ടിയെ പോലെ കരയാൻ തുടങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയാളെൻ്റെ അടുത്ത് പറഞ്ഞു, അനൂപ് നീ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്, നിനക്കറിയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അഹമ്മദ് ക്ഷമിക്കണം, ഞാനത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല, ഓക്കെ. എന്നിട്ട് അയാൾ വളരെ അത് കരച്ചിൽ നിർത്തിയതിന് ശേഷം എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അയാൾ പറയാൻ തുടങ്ങി, ഗാസ എന്ന് പറഞ്ഞാൽ അയാളൊരു ചെടിച്ചട്ടി പോലെ, പണ്ടത് ചെടിച്ചട്ടി ആയിരുന്നു, അതിൽ മുഴുവൻ സിഗരറ്റ് കുറ്റികളായിരുന്നു, നിറയെ സിഗരറ്റ് കുറ്റികൾ. ഗാസ ഇതുപോലെയാണ്, നിറയെ ജഡങ്ങൾ, കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മനുഷ്യരുടെ നിറയെ ജഡങ്ങളാണ്. ഗാസ ലൈക്ക് എ ദിസ് ഷിറ്റ് ബോക്സ് എന്നാണ് മൂപ്പർ പറഞ്ഞത്. അപ്പം ഇത് ഞാൻ എൻ്റെ കവിതയിലോ മറ്റ് ഫിക്ഷനിലോ ആവിഷ്കരിക്കുമ്പോൾ, കാരണം ഗാസ അനുകൂല നിലപാടുകളൊന്നും UAE എന്ന് പറയുന്ന സ്ഥലം അംഗീകരിക്കുന്നില്ല, കാരണം അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിതിനെ വിഴുങ്ങുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരായി പറയുമ്പോൾ പോലും നിങ്ങൾ അവിടെ എന്താ പറയുക, നിങ്ങൾ ഒരു മുൾമുനയിൽ തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്തോ ഒരു പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരുടെ ജോലി തന്നെ അവിടുന്ന് പോരേണ്ടി വന്നു, ഖത്തർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന്. അപ്പം ഇങ്ങനെയുള്ള ഭയങ്കര പ്രതിസന്ധിയിൽ
എങ്ങനെയാണ് നിങ്ങൾ വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടുകൂടിയും എങ്ങനെയാണ് സാഹിത്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ കല നിർമ്മിക്കുക? ആ കലയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് എഫർട്ട് വേണ്ടതാണ്. ആ എഫർട്ട് എടുക്കാനുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ അവിടെ നയിക്കുന്നത്? ഒരിക്കലും അല്ല. കാരണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലേബർ കോൺട്രാക്റ്റിൽ അടിമ സമാനമായ ജീവിതമാണ്. നിങ്ങൾ കൃത്യസമയത്ത് പോകുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് നിങ്ങൾക്ക് കയർക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പറ്റില്ല. കാരണം അത് പറ്റില്ല, അത്ര തന്നെ. അതേപോലെ അത്തരം ഒരു ഹൈറാർക്കി ഉള്ള ഒരിടത്ത് ജോലി ചെയ്യുകയും, അടിമ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു പുതിയ ഒരു മോഡേൺ യുഗത്തിലെ അല്ലെങ്കിൽ ഏറ്റവും അൾട്രാ മോഡേൺ യുഗത്തിലെ അല്ലെങ്കിൽ ഒരു കോസ്മോപൊളിറ്റൻ യുഗത്തിലെ അടിമ എന്നാണ് അർത്ഥം. അടിമ BMW കാറായിരിക്കും ഓടിക്കുന്നുണ്ടാവുക. അടിമ മറ്റേ ധരിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്യൂട്ടായിരിക്കാം, വലിയ വാച്ചായിരിക്കാം, റോളക്സ് വാച്ചൊക്കെ ആയിരിക്കും അടിമ ധരിക്കുന്നുണ്ടാവും. പക്ഷേ അകത്ത് അടിമ തന്നെയാണ്. ഏത് നിമിഷവും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടാവുന്ന ഒരു അടിമ മാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു റൈറ്റർ, ഗൾഫിൽ ജീവിക്കുന്ന ഒരു റൈറ്റർ എന്ന് പറയുന്നത് പല അടരുകൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബുദ്ധിമുട്ടാണ് അത്രയും സംഗതികളെ മറികടക്കാനും അതിലൂടെ. കാരണം നിങ്ങൾ അതിനു വേണ്ടി നിക്ഷേപിക്കുന്ന സമയം, അത്രയും ഒരുപാട് പരിമിതികൾ നിന്നുകൊണ്ട് ഒരു സാഹിത്യം അല്ലെങ്കിൽ കല നിർമ്മിക്കുക എന്നുള്ളത് പ്രയാസകരവും കഠിനവുമാണ്. നിങ്ങൾക്കൊരു മീഡിയോക്രാറ്റിക് അല്ലെങ്കിൽ വളരെ മീഡിയോക്കറായിട്ടുള്ള റൈറ്റിംഗ് പോസിബിൾ ആണ്, വളരെ മെലോഡ്രാമിക് ആയിട്ടുള്ള റൈറ്റിംഗ് പോസിബിൾ ആണ്. പക്ഷെ ഒരു റിയൽ കോംപ്ലക്സിറ്റി, മനുഷ്യൻ്റെ സങ്കീർണതകളെ മുഴുവൻ വഹിക്കുന്ന ഒരു കലാരൂപം പുറപ്പെടുവിക്കണമെങ്കിൽ പണിയെടുക്കണം, നന്നായി പണിയെടുക്കണം. ആ പണിയെടുക്കാനുള്ള ഒരു പരിസ്ഥിതിയിൽ ഒന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അതാണ് അത് എന്തുകൊണ്ട് വലിയൊരു സാഹിത്യമോ വലിയൊരു സിനിമയോ, ഇപ്പോൾ ഗൾഫിൻ്റെ അല്ലെങ്കിൽ ഗൾഫ് ഡയസ്പോറേനെ അത്രയും ഇൻറ്റൻസീവായിട്ട് ആവിഷ്കരിക്കുന്ന സിനിമ ഉണ്ടായിട്ടില്ല, അതിബൃഹത്തായിട്ടുള്ള നോവൽ ഉണ്ടായിട്ടില്ല, കവിതകൾ ഉണ്ടായിട്ടില്ല, കഥകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം സംഗതികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതീക്ഷ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ പ്രതീക്ഷകൾ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം. ചിലപ്പോൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ തിരിച്ചു വന്ന് ഒരു സ്വസ്ഥമായ ഇടത്ത് ഇരുന്ന് അത് പുനരാവിഷ്കരിക്കുമായിരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സമകാലീനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ 1960-കൾക്ക് ശേഷം തുടങ്ങിയ ഗൾഫ് കുടിയേറ്റം 2020-ലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ 3-ാം തലമുറയിലാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. 1960-കൾക്ക് ശേഷം 90 വരെ എത്തി നിൽക്കുന്ന 1-ാം ഘട്ട പ്രവാസം, അതായത് തൻ്റെ ദേഹാധ്വാനം കൊണ്ട് ഈ പറയുന്ന മരുഭൂമിയിലെ അതികഠിനമായ ചൂടും അതിന് സമാനമായ തണുപ്പിനെയും അതിജീവിച്ച് കേരളത്തിൻ്റെ അടിത്തട്ട് ജീവിതത്തെ അത്രമാത്രം സാമ്പത്തികമായി മുന്നോട്ട് നയിച്ച, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത് ഭൂമിയും അതോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു അധികാര വർഗത്തെ പ്രതിദാനം ചെയ്യുന്നത് അന്ന് വരെ ഉണ്ടായിരുന്നുള്ള ധനിക വർഗമാണ്. അപ്പം അടിത്തട്ടിലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലേക്കോ പോകാനുള്ള ഒരു ജ്ഞാന പരിസരം 60-കൾക്ക് 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിലവിലില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സമയത്താണ് കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, ജാതിയാലും അതോടൊപ്പം തന്നെ ജീവിത സാഹചര്യത്താലും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യർ തൻ്റെ ശരീരത്തെ മാത്രം മുതൽ മുടക്കാക്കിക്കൊണ്ട് കള്ള ലോഞ്ചിലും മറ്റ് ഗൾഫിലേക്ക് എത്തുകയും അവിടുന്ന് ഈ പറയുന്ന പെട്രോൾ മണി നാട്ടിലേക്ക് അയക്കുകയും അവരുടെ കുടുംബങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായും മറ്റുമുള്ള ഒരു പുതിയൊരു ജനറേഷനെ അവർ സൃഷ്ടിക്കുന്നത്. ഇതാണ് 1-ാം തലമുറയുടെ ഏറ്റവും
ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഈ അവസരത്തിൽ തന്നെ ഈ ഒന്നാം തലമുറ പ്രവാസികളെ സംബന്ധിച്ച് അവർ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദേശനഷ്ടം മാത്രമായിരുന്നില്ല, അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബം, വ്യക്തിജീവിതം, ദാമ്പത്യ ജീവിതം ഇതൊക്കെ അന്യമായ ഒരു കാലഘട്ടമായിരുന്നു. കേസറ്റിലൊക്കെ വർത്തമാനം പറഞ്ഞ് ഗൾഫ് നാട്ടിലേക്ക് എത്തുന്ന ഒരു കാലം ഒക്കെ നമുക്കുണ്ടായിരുന്നു. കത്തുപാട്ടുകളൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ 90കൾക്ക് ശേഷം രണ്ടാം തലമുറ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ ആഗോളവൽക്കരണം വരുന്നു 1991. അതിനുശേഷം ലോകം തന്നെ ഒന്നായി മാറുന്നു. മനുഷ്യർ തമ്മിലുള്ള വിനിമയങ്ങൾ വളരെ എളുപ്പത്തിലാകുന്നു. അതിൻ്റെ അവസാന ഘട്ടം, രണ്ടാം തലമുറയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് മുഖത്തോട് മുഖം കണ്ട് സംസാരിക്കാൻ പറ്റുന്ന പുതിയൊരു രണ്ടാം തലമുറ പ്രവാസം രൂപപ്പെടുന്നു. അപ്പം ഈ ഒന്നാം തലമുറ പ്രവാസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടുള്ള രണ്ടാം തലമുറ പ്രവാസം പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഉയർന്ന തസ്തികകളിലേക്ക്, അതായത് യൂറോപ്യന്മാർ ചെയ്യുന്ന അതേ ജോലിയുള്ള ഒരു പരിസരത്തിലേക്ക് മലയാളികളും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സത്യത്തിൽ നമ്മുടെ സാഹിത്യത്തിൽ വേണ്ട രീതിയിലേക്ക് എഴുതപ്പെട്ടിട്ടുള്ള എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ബാബു ഭരദ്വാജിനെ പോലെയുള്ള ആദ്യകാല എഴുത്തുകാർ ഒക്കെ തന്നെ തങ്ങളുടെ എഴുത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അനുഭവങ്ങളെയാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ആപേക്ഷികമായ ജീവിതത്തിൻ്റെ പകർപ്പല്ല, മറിച്ച് അയാൾ ജീവിക്കുന്ന ഒരു ദേശത്ത് അയാൾക്ക് ചുറ്റുമുള്ള ഒരുപാട് രാജ്യങ്ങളിലെ മനുഷ്യർ, അതായത് മൂന്നാം ലോക രാജ്യങ്ങളിലെ പല രീതിയിൽ തിരസ്കരിക്കപ്പെട്ട മനുഷ്യർ, പുറന്തള്ളപ്പെട്ട മനുഷ്യർ, യുദ്ധത്തിൻ്റെ മുറിവുകളുള്ള മനുഷ്യർ, ഈ മനുഷ്യർക്കുള്ളിൽ നിന്നാണ് മലയാളി അവൻ്റെ എഴുത്തിനെ രൂപപ്പെടുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം വളരെ കൃത്യമായി വളരെ മനോഹരമായി നിർവഹിച്ചുള്ളത് ബാബു ഭരദ്വാജാണ്. അതിനുശേഷം ഈ രണ്ടാം തലമുറ പ്രവാസം രൂപപ്പെടുന്നതോടുകൂടി തന്നെ ഈ തരത്തിലുള്ള വൈയക്തികമായ അനുഭവങ്ങൾ ഒരു പരിധിവരെ പുതിയ നവസാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടുകയും പ്രവാസികൾ ഒന്നുകൂടും ഒരു കംഫർട്ട് സോണിലേക്ക് ആകപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 2000-ന് ശേഷം വരുന്ന ഏറ്റവും പുതിയ മൂന്നാം തലമുറ പ്രവാസം, ഒരുപക്ഷെ കോവിഡാനന്തര പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് 10, 20, 25 വയസ്സായ ചെറുപ്പക്കാർ ദുബായിയെ പോലെയുള്ള മഹാനഗരങ്ങളിലെ മെട്രോ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് സിം കാർഡ് വിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങളൊക്കെ നിരന്തരം കാണുന്നതാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഒഴിവ് സമയത്തൊക്കെ ഈ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, അവർ MBA പാസ്സായതാണ്, പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഒരു 30,000 രൂപയ്ക്ക് നിങ്ങൾ ഈ ജോലി ചെയ്യുമ്പം അവർ പറയുന്നത്, ഈ മഹാനഗരത്തിൽ നിന്നുകൊണ്ട് കുറേ മനുഷ്യരെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾക്ക് ഭാഷാ നൈപുണ്യമുണ്ടാകുന്നു, ഭാഷകളെ ഞങ്ങൾക്ക് വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, അത് ആർജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദുബായിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പറക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഈ 2023 കേരള സർക്കാരിൻ്റെ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 2.5 ലക്ഷം മലയാളികൾ കുട്ടികൾ കേരളത്തിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യ വിട്ടു പോകുന്നുണ്ട്. അതിൽ 1.5 ലക്ഷത്തോളം ഈ പറയുന്ന മറ്റേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രവാസത്തിൻ്റെ രൂപം മാറുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സർഗാത്മക അല്ലെങ്കിൽ എഴുത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. അത് സംഭവിക്കുന്നില്ല. അതൊരു പക്ഷേ ഇനി വരുന്ന കാലത്ത് അത്രമാത്രം തീവ്രമായ അനുഭവത്തിൻ്റെ ഭാഷയിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫിക്ഷനായിട്ട് അത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഈ കാലം എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, 3:50 ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീ കമറുദ്ദീൻ അമയത്തോടാണ് എൻ്റെ ചോദ്യം. ഞങ്ങളൊരു പ്രദേശത്തുകാരാണ്, അതുകൊണ്ടല്ല ചോദ്യം. ഈ ബെന്യാമിൻ്റെ ആടുജീവിതം ഒക്കെ പോലെയുള്ള നോവലുകളൊക്കെ വന്നപ്പോൾ വ്യാപകമായിട്ട് വായിക്കപ്പെട്ട നോവലാണല്ലോ. ഇത് വന്നപ്പോൾ, ഇതേപോലെയുള്ള നോവലുകൾ വന്നപ്പോൾ ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ദുരന്തവും ദുരിതവും കഷ്ടപ്പാടും അങ്ങനെ തീരാത്ത ദുരിതങ്ങളുടെ ഒരു വലിയ അനുഭവമാണ് പ്രവാസ ജീവിതം എന്നുള്ള ഒരു ധാരണ ഒരു അനുവാചകരിൽ പൊതുവെ അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടോ? മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ സംഗീതം എന്നല്ല, അതിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ ഒക്കെ പോലെ മരുഭൂമിയിലുമുള്ള സൗന്ദര്യത്തെയോ മാനുഷികമായിട്ടുള്ള ദുരന്തങ്ങളെയും കാണണ്ട എന്നല്ല അർത്ഥാക്കുന്നത്. പക്ഷേ അതിൻ്റെ വേറെ വേർഷനും കൂടി ഉണ്ടല്ലോ.
പക്ഷെ എല്ലാം ഈ ദുരിതക്കയത്തിലേക്ക് മാത്രം നിബന്ധിക്കുന്ന ഒരു അവസ്ഥ പ്രവാസ എഴുത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുതിയ തലമുറ അതിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രീ കമറുദ്ദീൻ ആമയൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അല്ലത് എനിക്കത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ജീവിതം അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു സർഗാത്മക ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നെ ആ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു കുടുംബ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിയാൽ മതി, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് അസുഖമാണെന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഗെറ്റ് വെൽ സൂൺ എന്ന് പറയും. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം. അപ്പോൾ ഈ ആളുകളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു കുറേ ഘടകങ്ങൾ അതുണ്ട്. അപ്പോൾ പിന്നെ അതിൽ ഏറ്റവും സഹായമായിട്ടുള്ള ഒരു സാധനം, പണ്ട് മുതലേ ഗൾഫുകാരനെ വേറൊരു സംഗതിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഗതി. ഒരു ഏത് സിനിമ, അടൂരിൻ്റെ എലിപ്പത്തായം മുതൽ ഏറ്റവും ഇത് വന്നിട്ടുള്ള ഗൾഫ് സിനിമ അല്ല ഗൾഫുകാരനെ ഏതെങ്കിലും എടുക്കുകയാണെങ്കിലും അതൊരു എന്തുണ്ടാവും, ഒരു കളിയാക്കൽ, അയാളെ ആ രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ അയാളുടെ ഒരു കോൺട്രിബ്യൂഷന് ഏതൊക്കെ രീതിയിലുണ്ട് അത് വ്യത്യാസമുണ്ട്. പിന്നെ പലപ്പോഴും ഇത്തരത്തിലെ വർക്കുകളുടെ ഒരു ഗുണം, ഒരു ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഈ വീട്ടിൽ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് ഭാര്യമാർ അല്ലെങ്കിൽ അവരെ അമ്മമാർ ഒക്കെ നിർബന്ധിക്കുകയും ഇയാൾ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടാമെന്ന് തരികട അടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഈ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ അവിടെ പോയി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ചില തരികട സംഗതികൾ. അത് ഞാനൊരു തമാശ പറഞ്ഞിട്ടുണ്ടോ, അല്ലാതെ മറ്റേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് ലൈഫുണ്ട് അവിടെ. ഒരു ജന്മമാണ് നമ്മൾ ഉണ്ടെന്ന് പറയാം, പക്ഷെ പല ജന്മങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളിപ്പോൾ വളരെ പെരിഫറലായിട്ടുള്ള ഒരു ലൈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് ഒരു നോവൽ വെച്ചിട്ട് നമുക്കത് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മളുടെ ഒരു വായനയുടെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ കൂടി റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത് എത്രത്തോളം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിൻ്റെ നമുക്ക് അനലൈസ് ചെയ്യാവുന്ന. താങ്ക് യു. അനൂപ് ചന്ദ്രൻ സാറിനോട് ചോദ്യം. സാറേ, ഇപ്പം നമ്മുടെ ഈ എഴുത്തിലുണ്ടാകുന്ന ഈ നിയന്ത്രണങ്ങൾ നമ്മുടെ ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി ചിലപ്പോൾ കണക്ട് ചെയ്യാറുണ്ട്. അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആഗോള സുരക്ഷ പറയുന്ന സെക്യൂരിറ്റി, ഗ്ലോബൽ ആയിട്ടുള്ള നമ്മൾ ഒരു പൗരനെ അല്ലെങ്കിൽ ഒരു ആളെ സെക്യൂർ ചെയ്യുന്നു, അങ്ങനെ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആസ് എ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ? നിങ്ങൾ സെക്യൂർഡ് ആണോ? ഒരിക്കലും അല്ലല്ലോ. ഭരണകൂടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വളരെ എന്താ പറയുക, നിങ്ങളെ മയക്കുന്ന ഒരു പ്രസ്താവന മാത്രമല്ലേ അത്. യഥാർത്ഥത്തിൽ ഒരു പൗരനെ ആണോ സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ താല്പര്യങ്ങളെയല്ലേ സെക്യൂർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നു കേട്ടോ, എനിക്കറിയില്ല. എൻ്റെ ഒരു പൊളിറ്റിക്കൽ വായന അങ്ങനെയാണ്. നമ്മൾ അത്ര സെക്യൂർഡ് അല്ല എന്നാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ലോകത്ത്. ഇപ്പം നമ്മുടെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ, ഇപ്പം ട്രംപിൻ്റെയും മറ്റ് എല്ലാ സംഗതികളെയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധ തടവുകാരെ പോലെയല്ലേ പറഞ്ഞയക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു കാലത്തിരുന്നുകൊണ്ട് ഇത് സെക്യൂർഡ് ആണ്, നിങ്ങളുടെ ഓരോ ജീവിതവും സെക്യൂർഡ് ആണ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള അസംബന്ധമാണ് എന്നാണ് അഭിപ്രായം. ഹലോ, ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ പ്രവാസം പട്ടിണി മാറ്റുവാൻ വേണ്ടി, വിശപ്പ് മാറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നു. ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാസം തുടങ്ങിയ 1-ാം തലമുറ പ്രവാസത്തിൽ നിന്നും 3-ാം തലമുറ പ്രവാസത്തിലേക്ക് എത്തിയപ്പോൾ ജീവിതം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവാസത്തിലേക്ക് മാറി. അത്തരത്തിൽ ഒരു കാലഘട്ടത്തിലെ എഴുത്തും അത്തരത്തിൽ ഉള്ള എഴുത്തുകളായിരുന്നു. നിർമ്മാണ കരാർ തൊഴിലാളികളായി പോയവർ, ആടുജീവിതത്തിനായി പോയവരുടെ എഴുത്തുകളായിരുന്നു. അത്തരത്തിൽ നിന്ന് 3-ാം തലമുറ പ്രവാസത്തിലേക്ക് വന്നപ്പോൾ മലയാളിയുടെ പ്രവാസിയുടെ എഴുത്തിനും തലമുറ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ നിർമ്മാണ തൊഴിലാളികളായിരുന്നു, ആടുജീവിതങ്ങളായിരുന്നു. ഇന്ന് നിങ്ങൾ തന്നെ പറയുണ്ടായി, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വളർന്നു, ഒരുപാട് മികച്ച തൊഴിലിടങ്ങളിലേക്ക് മലയാളി മാറ്റപ്പെട്ടു.
അപ്പോൾ അത്തരം തൊഴിലിടങ്ങളിലെ സംഘർഷങ്ങളെക്കുറിച്ച്, അത്തരം ഉയർന്ന ജീവിതങ്ങളിലെ സംഘർഷങ്ങളെക്കുറിച്ച് മൂന്നാം തലമുറ പ്രവാസിയുടെ എഴുത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു വിഷയം, ഈ മൂന്നാം തലമുറ പ്രവാസം എന്ന് പറയുന്നത് അതായത് അവരെ പൂർവ്വകാല പ്രവാസത്തെക്കുറിച്ചുള്ള യാതൊരു കൃത്യമായ ഡാറ്റാബേസിലെ കണക്കും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പിന്നെ ആകെ ഉള്ളത് ആ കാലഘട്ടത്തിൽ 1960-കൾക്ക് ശേഷം 90-കൾ എഴുതപ്പെട്ട ഒരുപാട് അനുഭവ സംബന്ധമായ കൃതികളാണ്. ഇപ്പം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബാബു ഭരദ്വാജിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയിലെ ആത്മകഥ, ഈ തുടങ്ങിയ ഈ ഒരു കൃതികളിലൊക്കെ തന്നെ 100% വൈയക്തികമായ ജീവിതാനുഭവങ്ങളാണുള്ളത്. അതിൻ്റെ അകത്ത് ഒരു രീതിയിലും ഈ വൈയക്തിക അനുഭവം എന്ന് പറയുന്നത് തൊഴിലിടത്തിന് അനുഭവിക്കുന്ന ഏകാന്തത തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അവിടെയൊന്നും തൊഴിലിടത്തിൽ അയാൾ ഏത് രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു തൊഴിലടിമയായി അയാൾ മാറുന്നതിനെക്കുറിച്ചുള്ള സൂചനകളില്ല. മറിച്ച് അയാൾ കുടുംബത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ 4-5 വർഷമായിട്ട് ഭാര്യയെ മക്കളെ കാണാത്തതിൻ്റെ ഒരു അനുഭവം, ഈ അനുഭവം അതിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ മൂന്നാം തലമുറയിലേക്ക് വരുമ്പോൾ മൊത്തം മാറി, ലോകത്തിൻ്റെ ഘടന മാറി, പ്രവാസത്തിൻ്റെ ഘടന മാറി, മാറാത്തതൊന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രംപ് കാലിൽ ചെയിന് വെച്ചുകൊണ്ട് ഇന്ത്യക്കാരെ സ്വന്തം രാജ്യത്തിലേക്ക് മടക്കി അയക്കുന്നു. ഉക്രൈനിലെ മലയാളികൾ ഉക്രൈനിൽ പോയി യുദ്ധം ചെയ്യുന്നു. ഉക്രൈനിൽ പോയി യുദ്ധം ചെയ്യുന്നു, അവിടെ മരിക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരങ്ങാണ്ട ഒരു യുവാവ് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അതായത് 2024 എന്ന് പറയുന്ന വർഷം മൂന്നാം തലമുറയെ പ്രതിദാനം ചെയ്യുമ്പോൾ തന്നെ മലയാളി ഒരു കൂലി യുദ്ധത്തൊഴിലാളിയായി മാറുന്ന ഒരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം നമ്മൾ അന്വേഷിക്കുന്നത് കേരളം എത്രമാത്രമായി രാഷ്ട്രീയപരമായി ഉന്നമിച്ച് സാമ്പത്തികമായി മുന്നോട്ട് പോയി, അപ്പോഴും മലയാളിയിലേക്കുള്ള ഈ തൊഴിൽ കുടിയേറ്റം എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ജീവിതങ്ങൾ ഒരുപക്ഷെ മൂന്നാം തലമുറയിൽ നിന്നും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.